നമസ്കാരം. മോദിയുടെയും അമിത്ഷായുടെയും സ്വപ്നങ്ങൾക്ക് കൂടുതൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഉണ്ടായിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ മായാവതിയും അഖിലേഷ് യാദവും ചേർന്ന് രൂപം നൽകിയ സഖ്യത്തിലേക്ക് രാഷ്ട്രീയ ലോക്ദളും എത്തുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. 5 സീറ്റുകളാണ് ചോദിച്ചത് എങ്കിലും 3 സീറ്റ് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് സ്വാധീന മേഖലയിൽ സഖ്യത്തിന്റെ പിന്തുണയിൽ RLD മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ മേഖലയിലെ 22 മണ്ഡലങ്ങളിൽ BSP 11ഇടത്തും SP 8 സീറ്റുകളിലുമായി മത്സരിക്കുക. SP അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി RLD നേതാവും പാർട്ടി അധ്യക്ഷനുമായ അജിത് സിംഗിന്റെ മകൻ ജയന്ത് സിംഗ് ചൗധരി നടത്തിയ 2ാം വട്ട ചർച്ചയിലാണ് ഇതു സംബന്ധിച്ചുള്ള ധാരണ ആയിരിക്കുന്നത്. RLDയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ ശുഭകരമായി മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് ജയന്ത് ചൗധരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. സീറ്റ് ചർച്ചയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉറച്ച നിലപാടോടുകൂടി തന്നെ UPയിൽ പുതിയ തുടക്കമിടാൻ പോവുകയാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കർഷക വിരുദ്ധ നയം സ്വീകരിക്കുന്ന BJPക്കെതിരെ സഖ്യം ഒരുമിച്ച് നിന്ന് പോരാടും എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. 2013 വർഗീയ കലാപം നടന്ന മുസാഫർ നഗർ കരിമ്പു മേഖലയായ ബാഗ്പത്ത്, മധുര തുടങ്ങിയ മണ്ഡലങ്ങളാണ് RLDക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നവ. പിന്തുണ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും സഖ്യത്തിന്റെ ഭാഗമായി ബാഗ്പത്തിൽ നിന്ന് ജയന്ത് ചൗധരിയും മുസാഫർ നഗറിൽ അജിത് സിംഗുമായിരിക്കും മത്സരിക്കുക. കൈരാന മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പ് വിജയമാണ് SP പിന്തുണയിൽ മധുരയിൽ മത്സരിക്കാൻ RLD താൽപര്യം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്നാണ് വ്യക്തമാവുന്നത്. 2014 അജിത് സിംഗും ജയന്ത് ചൗധരിയും സ്വന്തം നിലയ്ക്ക് മത്സരിച്ച് വൻ പരാജയം ഏറ്റുവാങ്ങിയവരാണ്. എന്നാൽ 2018 RLD ടിക്കറ്റിലാണ് SP നേതാവായിരുന്ന തബസും ഹസൻ BSP പിന്തുണയോടുകൂടി കൈരാന ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത്. അമ്രോഹ, ഹത്രാസ് തുടങ്ങിയ മണ്ഡലങ്ങളും RLDയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് 4 സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ വിരളമാണ്.